അവരെ കേൾക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളൊക്കെ തന്നെ കാത്തിരിക്കുന്ന കാര്യങ്ങൾ. അൽസ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്റെ ജീവിതകാലം ഒരു പുരുഷായുസ് മുഴുവനും നമ്മൾ ചില പദപ്രയോഗങ്ങൾ നടത്താറുണ്ടല്ലോ. ശിഹാബ്ദങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ശരിയാണ്. പുരുഷായുസ് മുഴുവനും അദ്ദേഹം സമൂഹത്തിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഒരു വ്യക്തിത്വമായിരുന്നു എന്ന് നമുക്കറിയാം. പരമ്പരാഗതമായിട്ട് കിട്ടിയിട്ടുള്ളതാണ് ആ സിദ്ധി വിശേഷങ്ങൾ. നിങ്ങളുടെയൊക്കെ പിതാവ് PMC പൂക്കോയ തങ്ങൾ, അവരുടെ പിതാമഹന്മാർ, അവരെല്ലാവരും ജനങ്ങളോടൊപ്പം നിന്നവരാണ്. രാജ്യത്തിന് വേണ്ടി, രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജയിൽവാസം അനുഷ്ഠിക്കുകയും അനുഭവിക്കുകയും ജയിലിൽ വെച്ച് തന്നെ മരണപ്പെടുകയും ചെയ്തിട്ടുള്ള നിങ്ങളുടെ പിതാമഹൻ, അദ്ദേഹം വെല്ലൂർ ജയിലിലാണ്. അവിടെ നിന്നാണ് മരിക്കുന്നത്. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട സമയത്താണ്. അതായത് ആ പോരാളികളെ സഹായിച്ചു എന്നതിന്റെ പേരിലായിരുന്നു അദ്ദേഹത്തെ അന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി വെല്ലൂരിലേക്ക് നാട് കടത്തിയത്. ആ നിലക്കുള്ള രാജ്യത്തിന് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ള പാരമ്പര്യം അത് ശിഹാബ് തങ്ങളുടെ കാലഘട്ടത്തിൽ എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ജാജ്വല്യമാനമായിട്ടുള്ള ആ ഒരു വ്യക്തിത്വം അത് സമൂഹം മുഴുവനും അംഗീകരിക്കുകയും എല്ലാവരുടെയും ഒരു അവസാന വാക്കായി ശിഹാബ് തങ്ങളുടെ വാക്കുകളും തീരുമാനങ്ങളും മാറി എന്നുള്ളതാണ്. എല്ലാവരും അദ്ദേഹത്തെ സ്നേഹിച്ചു, ആദരിച്ചു, അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വില കൽപ്പിച്ചു. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങൾ തീർക്കണം എന്ന് ആഹ്വാനം ചെയ്യുക മാത്രമല്ല അദ്ദേഹം ചെയ്തത്. എവിടെയാണോ പ്രശ്നങ്ങൾ നടന്നിട്ടുള്ളത് അവിടേക്ക് ചെന്നുകൊണ്ട്, അവിടുത്തെ ആളുകളെ കണ്ടുകൊണ്ട് അവർക്കിടയിൽ പരസ്പര സൗഹൃദത്തെ വീണ്ടെടുത്തു കൊടുത്തിട്ടുള്ള ചരിത്രമാണ് ശിഹാബ് തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. മലപ്പുറത്തെ ഒരു പ്രധാന ക്ഷേത്രമായ അങ്ങാടിപ്പുറത്തെ ക്ഷേത്രം, അതിന് ചില അക്രമികൾ അതിന്റെ ഗോപുരവാതിലിന് തീയിട്ട് നശിപ്പിച്ചു. ആ വാർത്ത നാടെങ്ങും പരന്നു. ആ വാർത്ത ഉണ്ടാക്കിയേക്കാവുന്ന പ്രത്യാഘാതങ്ങൾ, ആ പ്രത്യാഘാതങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ശിഹാബ് തങ്ങൾ ഉടനടി ക്ഷേത്രത്തിലേക്ക് എത്തുകയുണ്ടായി. ക്ഷേത്ര ഭാരവാഹികളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. എത്രയും പെട്ടെന്ന് കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്ന് അദ്ദേഹം പോലീസിനോടും ഗവൺമെന്റിനോടുമൊക്കെ അഭ്യർത്ഥിച്ചത് നമ്മൾ മറന്നിട്ടില്ല. പിന്നെ ആ ഗോപുരവാതിലിന്റെ അതിന്റെ പുനർനിർമ്മിതി, ആ പുനർനിർമ്മിതിക്കുള്ള ഫണ്ടിന്റെ ഉദ്ഘാടനവും ശിഹാബ് തങ്ങൾ തന്നെയാണ് അതിനുവേണ്ടി പ്രവർത്തിച്ചത് എന്നുള്ളതും നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ജാതി മത ഭേദമന്യാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടായത്. നേരത്തെ ന്യായസാഹിബ് അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവാണ്, അതോടൊപ്പം മത നേതാവുമാണ്. പക്ഷേ അദ്ദേഹം ഏതെങ്കിലും ഒരു മതത്തിന്റെ മാത്രം നേതാവായിരുന്നില്ല, മതങ്ങളുടെ നേതാവായിരുന്നു ശിഹാബ് തങ്ങൾ എന്നുള്ളതാണ് ആ ജീവിതം നമുക്ക് മുമ്പിൽ വെളിപ്പെടുത്തി തരുന്നത്. എല്ലാ മതവിശ്വാസികളും അദ്ദേഹത്തെ സ്നേഹിച്ചു, എല്ലാ മതവിശ്വാസികളും അദ്ദേഹത്തെ ആദരിച്ചു എന്നുള്ളത് തന്നെയാണ്. രാഷ്ട്രീയത്തിലും അദ്ദേഹത്തിന്റെ നിലപാടുകൾ അങ്ങനെ തന്നെയായിരുന്നു. വികസന പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയമായിട്ടുള്ള എതിർപ്പുകൾ അതിന് തടസ്സമാകരുത് എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. മുസ്ലിം ലീഗ് പലപ്പോഴും പ്രതിപക്ഷത്തിരുന്നിട്ടുള്ള ഒരു പാർട്ടി കൂടിയാണ്. പക്ഷെ ആ പ്രതിപക്ഷത്തിരുന്ന സന്ദർഭങ്ങളിലൊക്കെ തന്നെ ശിഹാബ് തങ്ങളുടെ നിർദ്ദേശം ക്രിയാത്മക പ്രതിപക്ഷമാകണം എന്നായിരുന്നു. വെറും വിമർശിക്കാൻ വേണ്ടി മാത്രമുള്ള പ്രതിപക്ഷമല്ല. ഗവൺമെന്റിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കണം, അതാണ് പ്രതിപക്ഷത്തിന്റെ ചുമതല. ഒപ്പം ഗവൺമെന്റിന്റെ ക്രിയാത്മകമായിട്ടുള്ള നടപടികൾ, ആ നടപടികളോട് ചേർന്ന് നിൽക്കുക എന്നൊരു ശിഹാബ് തങ്ങൾ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ഒരു മാതൃകയാണ്. മലപ്പുറത്ത് ജനകീയാസൂത്രണ പദ്ധതി